ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ദോശയാണ് റെഡിയാക്കാൻ പോണേ. സാധാരണ നമ്മൾ ഗോതമ്പാവ് വെച്ചിട്ട് ഗോതമ്പ് ദോശ റെഡിയാക്കാറുണ്ട്. അതിലും ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സൂചി ഗോതമ്പ് കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ ഇനി ദോശ റെഡിയാക്കുള്ളൂ. ഒരു കപ്പ് സൂചി ഗോതമ്പ് എടുത്തിട്ടുണ്ട്. സൂചി ഗോതമ്പ് 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കണതാണ് കേട്ടോ. ഇത് കുറച്ചും കൂടി നൈസായിട്ടുള്ള സൂചി ഗോതമ്പാണ്, അത് കാരണം ഞാൻ 10 മിനിറ്റ് കുതിർത്തിയേക്കണേ. നിങ്ങൾ വലിയതുണ്ടാവില്ലേ അരിമണി പോലത്തെ സൂചി ഗോതമ്പ്, അത് എടുക്കുകയാണെങ്കിൽ 15-20 മിനിറ്റിന്റെ അടുത്ത് കുതിർത്തി വെക്കണം. കുതിർത്തി വെച്ചേക്കണ ഗോതമ്പ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. മാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഫൈൻ പൊടിയാണ്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ചുവന്ന മുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, മീഡിയം സൈസിലുള്ള 1 തക്കാളി. കുറച്ച് വെള്ളം ചേർക്കണേ ഉള്ളൂ. അരച്ചതിന് ശേഷം നോക്കിയിട്ട് ചേർക്കാം. നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടി ചേർക്കുന്നത് ദോശ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്ത മിക്സ് ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. ദോശമാവിന്റെ പാകത്തിന് വെള്ളം ചേർത്ത് അരച്ചോളൂ കേട്ടോ. 1/4 ടീസ്പൂൺ കായപ്പൊടി, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, 1/4 ടീസ്പൂണിൽ കുറവ് ബേക്കിംഗ് സോഡ കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും നമുക്ക്. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ദോശയ്ക്കുള്ള സൈഡ് ഡിഷ് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ദോശ റെഡിയാക്കാം. പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 7-8 ചെറിയ ഉള്ളി, 7-8 വെളുത്തുള്ളി, 3 ചുവന്ന മുളക്, കുറച്ച് വേപ്പില, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഉള്ളി നല്ലോണം സോഫ്റ്റ് ആയി വരുമ്പോൾ ഈ സൈസിലുള്ള പുളി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി. മിക്സ് ചെയ്തോട്ട് പൊടികളുടെ പച്ചമണം പോട്ടെ. പൊടികളുടെ പച്ചമണം പോയതിന് ശേഷം 4 തക്കാളി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്തോട്ട് തക്കാളി നല്ല സോഫ്റ്റ് ആക്കി എടുക്കാം. തക്കാളി നല്ലോണം സോഫ്റ്റ് ആകുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം നല്ല ചൂടാക്കി എടുക്കാം. നാളികേരം നല്ലോണം ചൂടായിട്ട് ഞാൻ ഇതിൽ വെള്ളം ചേർത്തിട്ടില്ല, തക്കാളിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഇട്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം. മിക്സ് തണുത്തുണ്ട്, നമുക്കിത് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാവുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 4 ചെറിയ ഉള്ളി, 2 ചുവന്ന മുളക്, കുറച്ച് വേപ്പില. ഉള്ളി നല്ലോണം കളർ മാറുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി. സാമ്പാർ പൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ അരച്ച് വെച്ചേക്കണ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ചാറ് കഴുകി ആ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നല്ലോണം തിളച്ചതിന് ശേഷം മല്ലിയില ഇട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഒരുപാട് സമയം തിളപ്പിക്കേണ്ട, നമ്മളെല്ലാം വാട്ടിയിട്ടാണ് അരച്ചേക്കണത്. ദോശക്കല്ലിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗം ആവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അടിഭാഗം ക്രിസ്പി ആക്കി എടുക്കാം. അടിഭാഗം റെഡി ആയിട്ടാ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടൂട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഗോതമ്പാവ് വെച്ച് നമ്മൾ ചെയ്യണേക്കാട്ടിലും ഭയങ്കര വെറൈറ്റി ആയിരിക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടമാവുകയും ചെയ്യും. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ബാക്കിയുള്ള മാവൊക്കെ നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ദോശ എല്ലാം റെഡിയാക്കി എടുത്തു കേട്ടാ. ഇനി വീട്ടിൽ ഗോതമ്പ് ദോശ റെഡിയാക്കുമ്പോൾ സൂചി ഗോതമ്പ് വെച്ച് റെഡിയാക്കി നോക്കൂട്ടാ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.